ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? ഡെസ്കൊക്കെ ക്യൂട്ടാക്കാനേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഡെസ്കിലോട്ട് വെക്കാൻ പറ്റുന്ന 3 ടൈപ്പ് പെൻ ഹോൾഡേഴ്സ് ആണ് കേട്ടോ. കേട്ടില്ലേ? ഒന്നല്ല രണ്ടല്ല 3 പെൻ ഹോൾഡേഴ്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു മൊബൈൽ ബോക്സ് ആണ് കേട്ടോ. നമ്മൾ മൊബൈലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ പെട്ടിയില്ലേ അതന്നെ. ഇപ്പോൾ വീട്ടിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ മൊബൈൽ ആയതുകൊണ്ട് ഇത് കിട്ടാൻ വലിയ ക്ഷാമമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എടുത്തുള്ള വീട്ടിലൊക്കെ ചോദിച്ചാൽ മതി, കിട്ടാണ്ടിരിക്കില്ല എന്തായാലും. പിന്നെ ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അതിന് ഞാൻ ജസ്റ്റ് എഫോല ഒരു വാട്ടർ മെലൂൺ തീമാട്ടോ ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഒരു ഹാഫ് വാട്ടർ മെലോണിൻ്റെ പോലെ വരുന്ന ജസ്റ്റ് ഒരു പിക്ചർ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 2 പീസ് വേണം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിക്കാൻ. പിന്നെ നമുക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബോക്സിൻ്റെ സൈസിൽ 2 റെക്റ്റാങ്കിൾസും വരച്ചെടുക്കുക. നെക്സ്റ്റ് പെയിൻറ്റിംഗ് ആണ്. ഫ്രണ്ടിലെ പോർഷൻ മാത്രമേ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈന് ജസ്റ്റ് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു ഗ്രീനാണ് കേട്ടോ, നല്ല നമ്മൾ കട്ടപ്പച്ച അങ്ങനത്തെ കളറല്ല, ഒരു ഗ്രീനാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള പെയിൻ്റാണ്. പിന്നെ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടിയ ഒരു കളറാണ്, അത് കൊടുത്തു. പിന്നെ നമുക്ക് വത്തക്കൊക്കെ കുരു വേണ്ടേ, ആ കുരും കൂടെ ജസ്റ്റ് ബ്ലാക്ക് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഈ ബോക്സിലോട്ടൊന്ന് ഒട്ടിച്ചിട്ട് കവർ ചെയ്തിട്ട് എടുക്കണം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിലെ 2 പീസ് സൈഡിൽ ഒട്ടിക്കുക. പിന്നെ ഫ്രണ്ടത്തെ പോർഷനും ബാക്കത്തെ പോർഷനും അങ്ങനെ 4 പീസസ് നമ്മൾ ഫുള്ളായിട്ട് ബോക്സിലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതേ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. കഴിഞ്ഞു, ഇത്രയേ പണിയുള്ളൂ. നമുക്കിവിടെ ഒരു ക്യൂട്ട് പെൻ ഹോൾഡർ റെഡിയാണ്. ഇനി ഇതിൽ പെൻ ഹോൾഡർ എന്നല്ല, സ്റ്റോറേജ് ബോക്സ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം പെൻ ഹോൾഡർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമുക്ക് കളേഴ്സൊക്കെ ഇട്ട് വെക്കാം. പെന്ന് വേണമെങ്കിൽ പെൻസും ഇട്ട് വെക്കാം കേട്ടോ. ഞാൻ കളേഴ്സ് ഇട്ട് വെക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് നമുക്ക് യൂട്യൂബിലൊക്കെ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന ട്രാൻസ്പാരൻറ്റ് പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് യൂസ് ചെയ്യാറ്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഈ ബോക്സസിൻ്റെ ഒക്കെ സെൻറ്ററിൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വരാറുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതെടുക്കാം. ഇത് അതുപോലെ എന്തോ ഒരു മൊബൈൽ അക്സസറീൻ്റെ ഒരു ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗമായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. നല്ല കട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെ നമുക്ക് വേണ്ട പിക്ചർ ഒരു പേപ്പറിൽ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബേസിൻ്റെ താഴത്തോട്ട് വെക്കുക. ഇനി നമ്മൾ പേപ്പറിലൊക്കെ സ്കെച്ച് ചെയ്യില്ലേ, അതേപോലെ തന്നെ ആ പേപ്പർ നോക്കിയിട്ട് ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലൊന്ന് സ്കെച്ച് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഈ പിക്ചർ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുന്നൊന്നുമില്ല. സോ നമ്മൾ വരക്കുന്ന ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വരച്ചെടുത്താൽ മതി. ഈ പിക്ചേഴ്സൊക്കെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് പിൻട്രസ്റ്റിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ജസ്റ്റ് വരച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതുപോലെ 2 വരച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഫ്രണ്ടിൽ ഒട്ടിക്കാനും ബാക്കിൽ ഒട്ടിക്കാനും വേണം. എന്നിട്ട് എന്താ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പോർഷൻ വിട്ടിട്ടല്ലേ കട്ട് ചെയ്യുക, അതുപോലെ നമ്മൾ ആ പിക്ചറിൻ്റെ ജസ്റ്റ് ഒരു പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബേസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മറ്റേ എന്തുവാ പീനട്ട് കേട്ടോ, പീനട്ട് ബട്ടറിൻ്റെ കുപ്പിയായിരുന്നു. നല്ല വൃത്തിയുള്ള കുപ്പിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റെല്ലാം ഒട്ടിക്കുന്നത്, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒട്ടിച്ചത്. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ഒട്ടിയിട്ട് അങ്ങോട്ട് ആവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം, തേർഡ് വൺ, കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. കാർഡ്ബോർഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് 3 ഒരേ സൈസുള്ള പീസും നമുക്കിങ്ങനെ സൈഡിൽ ബോക്സ് ആക്കി വെക്കാനാണ്. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ സൈസ് കുറഞ്ഞൊരു പീസും വിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഫ്രണ്ട് പോർഷൻ ആണ് അത്. ഞാൻ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിൻ്റെ പകുതി എന്നൊക്കെ പറയാം. ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് A4 വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ താഴെ വരുന്ന പോർഷൻ ഞാൻ കവർ ചെയ്തിട്ടില്ല. സൈഡിൽ വരുന്ന പോർഷനും ഫ്രണ്ട് പോർഷനും മാത്രം A4 വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുത്തു. ഇനി ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ സൈസ് ലേശം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇനി ജസ്റ്റ് ഒരു പെയിൻറ്റിങ് ആവാല്ലേ, ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോയും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. ഒരു ലൈക്ക് അല്ലേ, ജസ്റ്റ് അവിടെ നിന്ന് താഴെ കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈറ്റ് വെച്ചിട്ട് കുറച്ച് അലങ്കോല പണി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 3 പെൻ ഹോൾഡേഴ്സ് ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.